ഞങ്ങളുടെ നാട്ടിലെ കല്യാണം, വീട്ടുകൂടൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് ഭയങ്കര വിശേഷപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ ആയിട്ട് വീട്ടിൽ മുത്തപ്പന് കൊടുക്കുവേ. മുത്തപ്പന് കൊടുക്കുകയെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ മുത്തപ്പൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരു കർമ്മി വന്നിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, വീട്ടിൽ ചെയ്യാൻ പറ്റാത്തവരോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അമ്പലത്തിലും ചെയ്യും കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടിയുടെ കല്യാണമാണ് 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഇന്നായിരുന്നു മുത്തപ്പന് കൊടുക്കൽ. ഞാനും പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ ചെന്നപ്പം തന്നെ അവിടെ അതിൻ്റെ പ്രിപ്പറേഷൻസും അവരവിടെയൊക്കെ സെറ്റാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും മുത്തപ്പൻ്റെ പ്രസാദം ഈ മുത്തപ്പന് കൊടുത്തു കഴിയുമ്പോൾ കടലയാണ് ഉണ്ടാവുക. അത് ഉപ്പിടാതെ പുഴുങ്ങിയിട്ട് പിന്നെ അതിലേക്ക് പപ്പടവും തേങ്ങാക്കൊത്തും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാവുക. എന്താണെന്നറിയില്ല, അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സാധാരണ നമ്മൾ ഉപ്പിടാത്ത കടല അങ്ങനെ നമ്മൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ പ്രസാദത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്താണെന്നറിയില്ല, മുത്തപ്പൻകാവിലും നമുക്ക് ഇതേപോലെ പയറും കടലയും ഒക്കെ ആണല്ലോ കിട്ടുക. അതേപോലത്തെ ഒരു പ്രസാദമാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അവർ ഇതൊക്കെ തുടങ്ങി. ഒരു കർമ്മി വന്നിട്ടാണ് ചെയ്യുക. ഇവർ 3 പേരുണ്ടായിരുന്നേ അവിടെ. അങ്ങനെ ഞാനും അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. കുറേ ആയി മുത്തപ്പൻകാവിലൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മുത്തപ്പന് കൊടുക്കുന്നതിൽ എത്തിപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ലല്ലോ, നമ്മൾ എന്തെങ്കിലും വിശേഷമുള്ള സമയത്ത് മാത്രമേ നടത്തുള്ളൂ. പിന്നെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അവരെ കൂടെ വന്ന ആള് ഈ തേങ്ങ അതിന്ന് ചീന്തി എടുക്കുന്നുണ്ട്. എന്തൊരു സ്പീഡിലാണെന്നറിയോ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ചെയ്യുന്ന തൊഴിലായതുകൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് കാര്യം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരം അത്ഭുതപ്പെട്ട് നിന്നു. നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയമാവുമല്ലോ. എനിക്കാണെങ്കിൽ അങ്ങനെ ചെയ്താൽ കയ്യും മുറിയും അങ്ങനെ പലതും സംഭവിക്കും. അതിനുശേഷം അരിയും പൂവൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ ഈ പ്രസാദത്തിൽ ഇട്ടിട്ട് അവിടെ തൊഴുതു വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഈ ദീപമൊക്കെ വന്നു, ഞങ്ങൾ തൊഴുതു. ഈ അരിയും പൂവും ഇതാ അവിടെ ഇട്ടിട്ട് നമ്മൾ മുത്തപ്പനെ തൊഴുതിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം ഈ കടലപ്രസാദം തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് മെല്ലെ ഞങ്ങൾ വീട്ടിലേക്ക് പോയേ.